ഈ ഒരു സ്നാക്സ് ഉണ്ടല്ലോ ഉണ്ടാക്കി വെക്കേണ്ട താമസമേ ഉള്ളൂ, പാത്രം കാലിയാവുന്ന അറിയില്ല, അത്രയ്ക്കും ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. 200 ഗ്രാമിൻ്റെ മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ്, ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള പനീർ വാങ്ങിയിട്ട് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കുറച്ച് വലിപ്പത്തിൽ വേണം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. കട്ട് ചെയ്തതിന് ശേഷം സൈഡിലേക്ക് കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം, ചെറുതായിട്ടൊന്ന് കോട്ടിങ് ചെയ്യാനായിട്ടാണ്. വലിയ സൈസ് ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ വളരെ നൈസായിട്ട് കട്ട് ചെയ്ത് ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇനി ഒരേ അളവിൽ അരിപ്പൊടി, കോൺഫ്ലോർ, മൈദ, അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി സ്പെഷ്യലായി ചേർക്കുന്നത് അച്ചാറിൻ്റെ മസാലയാണ്. നോർത്ത് ഇന്ത്യൻ അച്ചാറിലൊക്കെ ഒരുപാട് മസാലയുണ്ടല്ലോ, അതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതില്ലാത്തവർ കുറച്ച് ഗരം മസാല ചേർത്താൽ മതി. അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ കുറേശ്ശെ വീതം വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കണം. ഇതിലേക്ക് കലക്കിയതിന് ശേഷം ഞാൻ കുറച്ച് ഇഞ്ചിയും 1-2 ഗ്രീൻ ചില്ലീസും കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യാനായിട്ട് ഓരോ സ്ലൈസസ് എടുത്ത് പനീർ ക്യൂബ്സ് ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്തതും കൂടി വെച്ച് ഇതൊന്ന് വിട്ടു പോവാണ്ടിരിക്കാനായിട്ട് ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ചോ ഈർക്കിലി വെച്ചോ നമുക്കിതുപോലെ എല്ലാം തന്നെ തയ്യാറാക്കി എടുക്കാം. അതിനുശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാട്ടറിലേക്ക് മുക്കി പൊക്കിയെടുത്ത് ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് ഇട്ടതിന് ശേഷം നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ 3-4 മിനിറ്റ് സമയം മാത്രം മതിയാവും. അതുപോലെ തന്നെ മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ. ഉരുളക്കിഴങ്ങിൻ്റെ സ്ലൈസസ് ആണെങ്കിലും പനീറാണേലും പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടും. ഇത് രണ്ടിൻ്റെയും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, കഴിക്കാൻ എന്താ ഒരു ടേസ്റ്റ് എന്നറിയുമോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലേ, 100% ഗ്യാരണ്ടി ആകട്ടോ. ഇത് ഇഷ്ടപ്പെടാത്തവരാരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇനി വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.